അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും അങ്ങയോട് ചേർന്ന് ആലയത്തിൽ കർത്താവെ ഒരുമിച്ച് സാഹോദര്യ ബന്ധത്തിൽ അടിയങ്ങൾക്ക് കടന്നു വന്നങ്ങേ ആരാധിപ്പാൻ ഇന്ന് പകലും കർത്താവ് അവകാശം ഒരുക്കി തന്നതോർത്ത് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അടിയങ്ങൾ വാഞ്ചയോടെ അങ്ങയോട് ചേർന്നായിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് അടികളോട് ഇടപെടണമേ കർത്താവേ. അടികളുടെ വിഷയങ്ങളുടെ മേൽ ഇടപെടണമേ കർത്താവേ. അടികളുടെ ഹൃദയത്തോട് ഇടപെടണമേ കർത്താവേ. ഇവിടെ നിന്ന് അടികൾക്ക് ലഭിക്കുന്നതൊക്കെയും അത് അടികളുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുവാൻ, അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഹല്ലേലൂയ, അടികളുടെ സഭയ്ക്ക് വലിയ വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗമേ നീ സഹായിക്കുമാറാക്കണമെന്ന് അടികൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ നിന്ന് ഉയരുന്ന ശബ്ദമൊക്കെയും ഹല്ലേലൂയ അത് അടികളുടെ ഹൃദയങ്ങളെ തൊടുന്നതായി തീരുവാൻ ഭാരപ്പെട്ട വിഷയങ്ങളുടെ മേൽ അത് വിടുതലായി തീരേണ്ടതിന്, അടിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അത് വിടുതലായി തീരേണ്ടതിന് സ്വർഗം ഇടപെടുമാറാക്കണമെന്ന് അടികൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. കുടുംബമായി കർത്താവേ ദേശത്ത് മാനിക്കുന്ന കൃപകൾക്ക് അടികൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ നിന്റെ മക്കളെ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ശുശ്രൂഷയുടെ മേൽ വലിയ സാന്നിധ്യം ഇറങ്ങി വരണം. ആദിയോടന്ത്യം സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിനോട് ചേർന്നായിരിക്കാം. ഇപ്പോൾ ആരാധനയ്ക്കായി നമ്മുടെ പൈതങ്ങൾ കടന്നു വന്ന് ശുശ്രൂഷ ലീഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം ശക്തിയോടെ. നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് പകൽ? ഹല്ലേലൂയ. എല്ലാ ആഴ്ചയും വന്നിട്ട് സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷമുണ്ടോ? യേശുവിലായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ആമേൻ. ഈ ഒരു ആലയത്തിൽ കടന്നു വന്ന് സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരുമിച്ച് ചില ഗാനങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ നാം മഹത്വപ്പെടുത്തി. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു, നമ്മളുടെ ആരാധന എന്ന് പറയുമ്പോൾ അത് നമുക്കതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൂതന്മാർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് പരിമിതികളില്ലാതെ രണ്ടുകൊണ്ട് പാദം മൂടി, മുഖം മൂടി, പറന്നു നിന്നുകൊണ്ട് അവർ ആരാധിക്കുമ്പോൾ, അവർ ചിറക് വീശുമ്പോൾ ഈ ലോകത്തിലുള്ള സകല വാദ്യ ഉപകരണങ്ങളും മറ്റുമൊക്കെ മീട്ടിയാണ് അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. ആ ഒരു സദസ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഗീതത്തിൻ്റെ പ്രളയമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്കിവിടെ ഒത്തിരി ഉപകരണങ്ങളൊന്നുമില്ലെങ്കിലും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു. അവര് സ്വിച്ചിട്ടതുപോലെയാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. അവര് ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാ. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ആരാധന എന്ന് പറയുന്നത് അത് അതുല്യമാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ ആഷേർ കർത്താവിനെ ആരാധിക്കുന്നത്. കാരണം എൻ്റെ അനുഭവമല്ല ആഷേറിനുള്ളത്. എന്നാൽ ദൂതന്മാർ അവിടെ ആരാധിക്കുന്ന എല്ലാവരെയും ഒരുമിച്ചുണ്ടാക്കി അവർ ആരാധനയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവരാ. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ആരാധന യുണീക്കാണ്, അതുല്യമാണ്. അപ്പോൾ തന്നെ നമ്മളുടെ ആരാധന നമ്മളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് പകൽ കർത്താവിനെ രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ, പൂർണ്ണമായി ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നവർക്ക് മാത്രമേ ആഴമായി കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ കർത്താവിനെ എങ്ങനെ രുചിച്ചോ അതുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ കർത്താവിനെ രുചിച്ചത്. ആമേൻ. ആ അനുഭവത്തിലൂടെ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അത് യുണീക്കായി മാറുകയാണ്. ഞാൻ ആരാധിക്കുന്നത് പോലെ ഒരിക്കലും പാസ്റ്ററിന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. പാസ്റ്ററുകൾ ആരാധിക്കുന്നത് പോലെ ഒരിക്കലും എനിക്ക് കർത്താവിനെ ആരാധിക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ന് പകൽ കർത്താവിനെ പൂർണ്ണമായി രുചിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ഇന്ന് പകൽ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. എനിക്ക് കർത്താവ് ആരാണ്? എൻ്റെ
ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ആമേൻ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരേറ്റി ക്രിസ്തുവെന്ന പാറമേൽ നിർത്തി എൻ്റെ നാവിൽ പുതിയ ഒരു പാട്ട് നൽകിയ, പഴയ പാട്ടല്ല പുതിയ പാട്ട് ആമേൻ നൽകി തന്ന ആ കർത്താവിനെ ഞാൻ എത്രയധികം ആരാധിക്കണം. ഇത് പകൽ ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുകയാ. ആമേൻ. യോഗ്യൻ യേശു മാത്രമാ, ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാ, സ്തുതികൾക്ക് യോഗ്യൻ യേശു മാത്രമാ. ആ കർത്താവിനെ ഒരുമിച്ച് ഇന്ന് പകൽ നാം ഒരുമിച്ച് ആരാധിക്കുകയാ. എല്ലാം മറന്നുകൊണ്ട് ആമേൻ, എല്ലാം മറന്നുകൊണ്ട് ആമേൻ. ജീവിത ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ ഇന്ന് പകൽ അതെല്ലാം മറന്നുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിലേക്ക് മാത്രം നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹല്ലേലൂയ കണ്ണുകളെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയട്ടെ. തലകളെല്ലാം ഉണക്കി ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ യേശുവിലേക്ക് മാത്രം ഇന്ന് പകൽ നമ്മളുടെ ശ്രദ്ധയായിരിക്കട്ടെ. ദൂതന്മാരും മൂപ്പന്മാരും വിശുദ്ധ വംശവും വിശുദ്ധ ജനവും സ്വർഗീയ ജീവികളും സകല ആമൻ സൃഷ്ടികളും ഒരുമിച്ച് ആരാധിക്കുന്ന ആമൻ ആ യേശുവിന്റെ നാമം മാത്രം ഇന്ന് പകൽ ഉയരട്ടെ. യോഗ്യൻ യേശു മാത്രമാ. ഓ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ചെന്ന് പാടാമോ? യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ, സ്തുതി. സഭ ചേർന്ന് പാടട്ടെ, ഉച്ചത്തിൽ പാടട്ടെ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ. എല്ലാ നാവും പാടി വാഴ്ത്തും, എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും യേശുവേ. സ്തോത്രയാഗം, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം, സ്തോത്ര ഓ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജനവാരുടെ യോഗ്യൻ നീ, യോഗ്യൻ നീ, മറ്റാരുമില്ല, മറ്റാരുമില്ല, യോഗ്യൻ യേശു മാത്രമേ ഉള്ളൂ. ഓ സ്തുതികൾ, സ്തുതിക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യൻ യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. നീ യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ. ഓ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ. നിത്യമായി സ്നേഹിച്ചെന്നെ, നിത്യമായി സ്നേഹിച്ചെന്നെ, തിരുനീടത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ, തിരുനീടത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനായി, മരണത്തെ ജയിച്ചവൻ. ആ പ്രത്യാശകത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ പാടട്ടെ. ഉയർത്തെ നമുക്ക് വേണ്ടി യേശു ജീവിക്കുന്നു എന്ന് പകൽ. ഓ മരണ
മരണത്തെ ജയിച്ചവനെ. യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യേശു മാത്രം, യേശു മാത്രം യോഗ്യൻ. ഓ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ, ഓ യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ, നീ യോഗ്യൻ. പടമോ സൗഖ്യദായകൻ എൻ്റെ യേശു, സൗഖ്യദായകൻ എന്നേശു, ആഴിപ്പിണരാൽ സൗഖ്യം നൽകി, സൗഖ്യദായകൻ എന്നേശു, ആഴിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ, ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം. ആശ്രയം നീ, ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ, നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ, നീ യോഗ്യൻ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരാ. ആഴമാർന്ന സ്നേഹമേ, ആഴമാർന്ന സ്നേഹമേ, യേശു നൽകി നടത്തിയിടുന്നേ, യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ, അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ആഴമാർന്ന സ്നേഹമേ, ആഴമാർന്ന ചെറുപാരുടെ, ചെറുപാരുടെ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ, അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. അതുകൊണ്ട് വർണ്ണിപ്പാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരാ. ദൈവസ്നേഹത്തെ വർണ്ണിക്കുവാൻ വാക്കുപോരാ, ദൈവിക കരുതലുകളെ വർണ്ണിക്കുവാൻ വാക്കുപോരാ. ഇത് പകരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ,
എന്റെ കാതിൽ കേട്ടതല്ല, എന്റെ കണ്ണു കണ്ടിടും. വിശ്വാസത്തോടെ പാടാമോ ഇന്ന് പകൽ? എന്റെ കാതിൽ കേട്ടതല്ല, എന്റെ കാതിൽ. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ഇന്ന് പകൽ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. പുകഴുവാൻ ഒന്നുമില്ലേ, പുകഴുവാനൊന്നുമില്ലേ, എല്ലാ മഹത്വവും യേശുവിന് മാത്രം. യേശുവിന് പുകഴുവാനൊന്നുമില്ലേ, പുകഴുവാൻ ഒന്നുമില്ലേ, മഹത്വം യേശുവിന്. അതുകൊണ്ട് കരങ്ങളെല്ലാം ഉയർത്തി, കരങ്ങളെല്ലാം ഉയർത്തി, ശബ്ദമുയർത്തി വർണ്ണിച്ചിടാൻ വാക്കു പോരാ. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ കരുതൽ, യേശുവിന്റെ വിടുതൽ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിലുള്ള സ്വാതന്ത്ര്യം അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ വർണ്ണിക്കുവാൻ വാക്കു പോരാത്ത വിധത്തിൽ ജീവിതത്തിൽ നന്മകൾ അനുഗ്രഹങ്ങൾ ചെയ്ത ദൈവത്തെ വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ആഴമാർന്ന നടത്തിയിടുന്നു അളവില്ലാദാനത്തെ, അളവില്ല നാഥൻ നൽകി മാനിക്കുന്നു. പടമോ സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ, സാന്നിധ്യം ഞാൻ വാഞ്ചിക്കുന്നേ. മേഘം പോലെ, മേഘം പോലെ ഇറങ്ങണമേ. മറ്റൊന്നും കാണുന്നില്ലേ, മറ്റൊന്നും കാണുന്നില്ലേ, ശോഭയേറും മുഖം കാണുന്നേ. സാന്നിധ്യം, സാന്നിധ്യം ഞാൻ വാസിക്കുന്നേ. മറ്റതിനേക്കാളും അധികമായി യേശുവിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിന്റെ സാന്നിധ്യം മാത്രം മതി എന്ന് പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ, ഓ വന്നില്ലേ, ശോഭയേറും ശോഭയേറും മുഖം കാണുന്നേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, 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 വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ആഴമാർന്ന നൽകി നടത്തിയിടുന്നു, അളവില്ലാദാനത്തെ നാഥൻ നൽകി പാലിക്കുന്നു. ആഴമാർന്ന സ്നേഹമേ, ആഴമാർന്ന അളവില്ലാദാനത്തെ നൽകി യോഗ്യൻ നീ
കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ. സഭ ചേർന്ന് പാടട്ടെ. സ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. യോഗ്യൻ യേശു മാത്രമാണ്. ഒത്തിരി യോഗ്യന്മാരുള്ള കൂട്ടത്തിൽ ഒരു യോഗ്യനല്ല, യേശു മാത്രം ഏക യോഗ്യൻ. ആരാധനയ്ക്ക്, സ്തുതി, ബഹുമാനത്തിന്, പുകഴ്ചയ്ക്ക് യോഗ്യൻ യേശു മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഉറപ്പോടെ പറയാം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാത്ത നാമം, ഇൻപനാമം. അവൻ തുല്യം ചൊല്ലുവാനില്ലാത്ത ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണ്. ഇന്ന് പകൽ ആ നാമത്തിലുള്ള ഉറപ്പ്, ആ നാമത്തിലുള്ള വിശ്വാസം, ആ നാമത്തിൽ ഉള്ള സ്വാതന്ത്ര്യം അതനുഭവിക്കുന്ന ദൈവജനം, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി മഹത്വപ്പെടുത്താം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാത്ത നാമം, ഇൻപനാമം. ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം. എൻ്റെ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം. എൻ്റെ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. ഓ പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം. എൻ്റെ യേശുവിൻ നാമം ഇണയില്ല നാമം, ഇൻപനാമം. ഓ പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം, യേശുവിന്റെ നാമം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം. ഓ വാനിലും ഭൂവിലും മേലായ നാമം, വാനാദി വാനവൻ. വിശ്വാസത്തോടെ പാടട്ടെ. വാനിലും ഭൂവിലും മേലായ നാമം, വാനാദി വാനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം. ഓ വാഗ്ദത്തം അഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. വാഗ്ദത്തം അഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. യേശുവിൻ നാമം ഇണയില്ല നാമം, ഇൻപനാമം. എൻ്റെ യേശുവിൻ നാമം ഇൻപനാമം. ഓ മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വഴങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇൻപനാമം.
ഇൽവനാമം എൻ്റെ യേശുവിൻ നാമം ഇൽവനാമം. ഓ എത്ര മഹാത്ഭുതമേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ യേശുവിന്റെ നാമം. ഓ മധുരിമ നാമം ഇടയില്ല നാമം ഇൽവനാമം എൻ്റെ യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ഇൽവനാമം. ഓ മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ മടങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം ഏവരും ഒരുപോൽ യേശുവിൻ നാമം യേശുവിൻ നാമം. ഓ ഇടയില്ല നാമം ഇൽവനാമം എൻ്റെ യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ഇൽവനാമം. ഓ വാനിലും ഭൂമിയിലും മേലായ നാമം വാനാതിവാനവൻ യേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം വാനാതിവാനവൻ യേശുവിൻ യേശുവിന്റെ നാമം യേശുവിന്റെ നാമം ഇടയില്ല നാമം ഇൻപനാമം എൻ്റെ യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ഇൽവനാമം. ഓ പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല ഇൽവനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ഇൽവനാമം. ഓ വാഗ്ദത്തമഖിലവും നൽകിടും നാമം ആശ്രിതർക്കാലംബദായക നാമം. ആശ്രിതർക്കാലംബദായക. ഓ എത്ര മഹാത്ഭുതമേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതമേശുവിൻ ചേർന്ന് യേശുവിന്റെ നാമം. ഓ മധുരിമ നാമം ഇടയില്ല നാമം ഇൻപനാമം എൻ്റെ യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ഇൽവനാമം. ഓ വാനിലും ഭൂമിയിലും മേലായ നാമം വാനാതിവാനവൻ യേശുവിൻ. ഓ വാനിലും ഭൂമിയിലും മേലായ നാമം വാനാതിവാനവൻ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം എൻ്റെ യേശുവിൻ നാമം. ഓ ഇടയില്ല നാമം ഇൽവനാമം എൻ്റെ യേശുവിൻ നാമം ഇടയില്ല നാമം ഇൽവനാമം എൻ്റെ യേശുവിൻ നാമം. യേശുവിന്റെ നാമം യേശുവിന്റെ നാമം എല്ലാത്തിനും മേലായ നാമം സകലത്തിനും മേലായ നാമം. എല്ലാ മുഴങ്കാലുകളും വണങ്ങുന്ന നാമം. ദൂതന്മാരും മൂപ്പന്മാരും സ്വർഗീയ ജീവികളും ഓ സകല സൈന്യവും ആരാധിക്കുന്ന നാമം. എല്ലാ മുഴങ്കാലുകളും ആ നാമത്തിന്റെ മുൻപിൽ വണങ്ങും. എല്ലാ നാമം ഏറ്റുപാടുന്ന നാമം യേശുവിന്റെ നാമം. ഓരോ ശബ്ദരാധിയാനവം എന്റെ യേശുവിൻ നാമം മധുരിമ നാമം ഇടയില്ല നാമം ഇൽവനാമം എന്റെ യേശുവിൻ നാമം വരം ശാരദാനദനേ നിരവാരവരം വരവൗരേണം ശാരദനാദനദേരദന നിരവാരവരം വരവൗരവരം ശാരദനേ. ഓ യേശുവിൻ നാമം ഇൽവനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം. അവൻ ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ആരാധന അങ്ങയ്ക്ക് ആരാധന. ചെറുപാറ ആരാധന യേശുവിന് മാത്രം. വിവാരം ചേരതനാറവനെ നിരവാരവരം വരവൗടെ രീതാരം താരതന വിതരാധനമുള്ളവരും ഓ ആരാധന
അന്താരേ ദീവാരേ അന്താരേ ആരാധന ഓ ആരാധന ആരാധന യേശുവിന് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന ഹല്ലേലൂയ ആരാധന അങ്ങേക്ക് യേശുവിന് മാത്രം യേശുവിന് മാത്രം യേശുവിന് മാത്രം ആരാധന അങ്ങേക്ക് നീരാരാധന ആരാധന അങ്ങേക്ക് ശാരാരേ നീരാരാധന ശാരാരേ ഉപരാധന മൂടവരം ഭാരതരേ രമണ ശാരാരേ നീരാരാധേ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തട്ടെ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തട്ടെ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ യേശുവിന്റെ നാമത്തിലുള്ള സ്വാതന്ത്ര്യം ഇന്ന് പകൽ അനുഭവിക്കട്ടെ ഹല്ലേലൂയ ശീരാധാരം ധാര വിമാന മൗഢവരം വിമാന ശരേ പുരവര മൗഢവരം വരമൗഢേ ശരാരര മൗഢവരം പാരന്തേരം ധാരേ ശര സ്തുതികൾക്ക് പുകഴ്ചയ്ക്ക് യേശു മാത്രം യോഗ്യൻ എല്ലാ മഹത്വത്തിനും ബഹുമാനത്തിനും യേശു മാത്രം യോഗ്യൻ ഞങ്ങൾ അവിടുത്തെ നാമം ഉയർത്തുന്നേ ഞങ്ങൾ അവിടുത്തെ നാമം ഉയർത്തുന്നേ ഞങ്ങൾ അവിടുത്തെ പാദം ചുംബിക്കുന്നേ ശീരാധാരേ ശരമൗഢവനം വരമൗഢവനാദരേ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ശിയാരദല്ലേന നമൗഢവാനം ശബ്ദാരദനേരവന ശാരദനമൗഢവാനം ശബ്ദേരിയാദനമൗഢവനവനവ ആരാധന യേശുവിന് മാത്രം ആരാധന ഓ ഹല്ലേലൂയ 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 നിരവാരവരവശരേ ഓ Hallelujah. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ യേശു മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ ആ കർത്താവിന്റെ നാമമാണ് നാം ഒരുമിച്ച് ഉയർത്തുന്നത്, ആ കർത്താവിനെ നാം ഒരുമിച്ച് ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിനെ ആരാധിക്കുന്നതിൽ, സ്തുതിക്കുന്നതിൽ സന്തോഷമുള്ള പ്രിയപ്പെട്ട ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ നാമം മാത്രം ഉയരണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ
നമ്മുടെ കർത്താവ് മഹിമപ്പെടണം. ഹല്ലേലൂയ. എൻ്റെ പ്രവർത്തികൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടപാടുകളും ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നവനാകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ആരാധനയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ചേർന്ന് കരങ്ങളെ അടിച്ച് നാം ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ യേശു എന്ന നാമം, എൻ്റെ ആത്മാവിൻ ഗീതം. അവൻ ഞാൻ ഉള്ള കാലത്തോളം ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കും. ഒരുമിച്ച് ഈ ഗാനത്തിന് ശരണങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് പകൽ ആത്മനിറവോടെ അവൻ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ കർത്താവിന് ആരാധന കഴിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പാടി മഹത്വപ്പെടുത്തട്ടെ. ദേവദേവനെ പുതിയനം കൃപകളോടെ പാടി പുകഴ്ത്തിടാം. ദേവദേവനെ പുതിയനം കൃപകളോടെ ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ പാടി യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, ഞാൻ എന്നും വാഴ്ത്തി. ഓരോ ഭയങ്കര കാറ്റുമലയും, ഓരോ ഭയങ്കര കാറ്റുമലയും കൊടിയവൾ വരും നേരത്തിൽ, ഓരോ ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ കാക്കും കരങ്ങളെ ചേർത്ത് മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ഓ കാക്കും കരങ്ങളെ ചേർത്ത് മാർവണച്ച സ്നേഹം നിത്യം പാടുക. ചെറുപാരുടെ യേശുവെന്ന നാമം, യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. ഓ യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, എൻ പ്രിയ യേശുവേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാത എന്നു ഓടും ഞാൻ. ഓ താഴ്ത്തി എന്നെ തൻകരത്തിൽ വെച്ചു ജീവപാത എന്നു ഓടും. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഓ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ, ആത്മാവിൻ ഗീതമേ. ഓ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ, ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവീനെന്നൊരച്ച കൽപ്പനയതാ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവീനെന്നൊരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയിൽ
ചേർന്ന് പ്രിയനാ വേല ചെയ്യും ഓ ദേഹം വേല ചെയ്യും യേശുവെന്ന നാമമേ യേശുവെന്ന ഓ എന്നാത്മാവിൻ കീഴാവേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി യോർദാൻ സമവന ശോധനയിലും യോർദാൻ സമവന ശോധനയിലും നാടുവീടും പോകാതെ യോർദാൻ സമവന ശോധനയിലും നാടുവീടും പോകാതെ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും ഓ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും നമ്മെ കാത്തുപാലിക്കുന്ന സ്നേഹത്തെ ഓർത്ത് യേശുവെന്ന നാമമേ എന്റെ ആത്മാവിൻ കീഴാവേ യേശുവെന്ന നാമമേ യേശുവെന്ന ഹല്ലേലൂയ എന്റെ ആത്മാവിൻ കീഴാവേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ യേശുവെന്ന നാമമേ യേശുവെന്ന നാമമേ എന്റെ ആത്മാവിൻ കീഴാവേ ഹല്ലേലൂയ യേശുവെന്ന നാമമേ എന്റെ ആത്മാവിൻ കീഴാവേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ഹല്ലേലൂയ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ചെറുവാരുടെ യേശുവെന്ന നാമമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഓ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ആമേൻ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ കീഴാവേ ഓ യേശുവെന്ന എന്നാത്മാവിൻ കീഴാവേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ ഇത് പകരം നാമത്തെ ഉയർത്തട്ടെ യേശുവിന്റെ നാമത്തെ ഉയർത്തട്ടെ നമ്മെ പോലെ പരിപാലിക്കുന്ന സ്നേഹത്തെ ഓർത്ത് നമ്മെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് ഓ ഹല്ലേലൂയ എൻ പ്രിയ എല്ലാ നാമത്തിനും മേലായ നാമം എല്ലാ നാമത്തിനും മേലായ നാമം എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമം ഓ എൻ പ്രിയ യേശുവേ ഓ വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ആമേൻ എൻ പ്രിയ യേശുവേ എല്ലാ സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ ബഹുമാനത്തിനും യോഗ്യമായ നാമം യേശുവിന്റെ നാമം മാത്രം യേശുവിന്റെ നാമം മാത്രം ഓ നമുക്ക് സങ്കേതമായ നാമം നമുക്ക് ആശ്രയമായ നാമം നമുക്ക് കോട്ടയായ നാമം യേശുവിന്റെ നാമം ശരണ
നാമത്തിനു മേലായ യേശുവിന്റെ നാമം, സകല മുഴങ്കാലുകളും മടങ്ങുന്ന യേശുവിന്റെ നാമം, ഇന്ന് പകൽ അത്ഭുതമായി വെളിപ്പെട്ടു വരുന്ന യേശുവിന്റെ നാമം, ഇന്ന് പകൽ ശക്തിയോട് വെളിപ്പെട്ടു വരുന്ന യേശുവിന്റെ നാമം, ആ നാമത്തിന്റെ ശക്തി ഹല്ലേലൂയ ആലയത്തിനകത്ത് അവിടുന്ന് വെളിപ്പെടട്ടെ. ചിലരുടെ മേലത് സൗഖ്യമായി വ്യാപരിക്കട്ടെ, ചിലരുടെ മേലത് സമാധാനമായി വ്യാപരിക്കട്ടെ, ചിലരുടെ മേലത് സ്വസ്ഥതയായി വ്യാപരിക്കട്ടെ, ചിലരുടെ മേലത് ഉയർച്ചയായി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ നാമം ഇന്ന് പകൽ ഇതിനകത്ത് അത്ഭുതമായി മാറുന്നു. ഒരത്ഭുതം പ്രതീക്ഷിക്കുക, ഒരത്ഭുതം പ്രതീക്ഷിക്കുക, ഒരത്ഭുതം പ്രതീക്ഷിക്കുക. അടഞ്ഞ വാതിലുകളെ തുറക്കാൻ കഴിവുള്ള നാമം ഇന്ന് പകൽ നിനക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരികയാ. ഇത് ഞാൻ ആരോടോ പ്രവചിക്കുന്ന പ്രവചനമാണ്, ദൈവസഭയോട് ഞാൻ പ്രവചിക്കുന്ന പ്രവചനമാണ്. അടഞ്ഞ വാതിലുകളെ എന്റെ ദൈവം തുറക്കാൻ പോകുകയോ. തുറക്കപ്പെടുന്നു. പ്രതീക്ഷ അറ്റുപോയ ചിലതിന്റെ മേൽ, മാനുഷിക എക്സ്പെക്ടേഷൻസ്, മാനുഷിക പ്രതീക്ഷകളില്ലാത്ത ചിലതിന്റെ മേൽ ഇന്നു പകൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. രക്ഷകനെ അങ്ങിലഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ അങ്ങിലഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും
ഒരു പ്രവചന ശബ്ദമായി. തുടർന്ന് അല്പസമയങ്ങൾ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട ദൈവവചനത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം വേഗത്തിലൊന്ന് വായിച്ച് സഹായിക്കുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ദൈവവചന ഭാഗം. കർത്തസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞു, എനിക്ക് കൃപ ലഭിച്ചതിനായി സ്തോത്രം. കൃപ ഉൾപ്പെടെ പറയാം, എനിക്ക് കൃപ ലഭിച്ചതിനായി സ്തോത്രം. നമുക്ക് എന്ത് കിട്ടി? ചേർന്ന് പറഞ്ഞേ. ഒരു ദിവസത്തോടെ ജീവിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തന്നു, അല്ലേ? ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കാനുള്ള കൃപ ദൈവം തന്നു. എത്ര പേരെന്നോട് ചേർന്ന് പറയും, കൃപ കിട്ടിയതിനായി സ്തോത്രം. ആമേൻ. എന്തിനാണ് കർത്താവ് തൻ്റെ കൃപ നമുക്ക് നൽകിയത്? നാം ഏതൊന്നു ചെയ്താലും അതിൻ്റെ മുൻപിൽ നാം ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട്. കുഞ്ഞുങ്ങളെ നാം സ്കൂളിൽ വിടുന്നു, നമ്മൾ അതിൻ്റെ മുമ്പിൽ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടുണ്ട്. നാം ദൈവത്തെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസ ജീവിത അനുഭവത്തിൽ നാം നിൽക്കുന്നു, അതിൻ്റെ പുറകിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നാം ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ മുമ്പിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നാം ചെയ്യുന്ന ഏതൊന്നിൻ്റെയും മുൻപിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. തിരിച്ചുകൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പറയണം. നാം ചിലവഴിക്കുന്നതിൻ്റെ മുൻപിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. നാം എഫേർട്ട് എടുക്കുന്നതിന് മുൻപിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിക്കുമെന്നല്ല, കൃപ ലഭിച്ചിരിക്കുന്നു. ഞാൻ ഇനി ഒന്ന് തിരിച്ചു പറഞ്ഞോട്ടെ. കർത്താവ് കൃപ തന്നിരിക്കുന്നു. കൃപ എന്ന വാക്കിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴെല്ലാം എല്ലാ ശുശ്രൂഷ മേഖലകളിലും ദൈവദാസന്മാർ ആവർത്തിച്ച് പറയുന്നതാണ്, എന്താണ് കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന് നമ്മളോട് തോന്നിയ ആ ഒരു അനുഭവമാണ്, ആ ഒരു ഫേവറാണ്. അതാണ് കൃപ. എനിക്കത് പ്രാപിപ്പാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു. എൻ്റെ ഹൈറ്റ് കൊണ്ടോ, എൻ്റെ വെയിറ്റ് കൊണ്ടോ, എൻ്റെ കളർ കൊണ്ടോ, എൻ്റെ കുടുംബം കൊണ്ടോ, എൻ്റെ സാഹചര്യം കൊണ്ടോ ഒന്നും കൃപ പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ നമുക്ക് യോഗ്യതയില്ലാതിരിക്കെ, ആമേൻ, ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ കപ്പാസിറ്റിക്കൊത്തവണ്ണമല്ല, എൻ്റെ അകത്ത് അല്ലെങ്കിൽ എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റിയ എൻ്റെ ലെവലിനൊത്തവണ്ണമല്ല, പിന്നെയോ അത് ദാനമായി നൽകിയ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം. ആമേൻ. നമുക്ക് അടുത്ത വാക്കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ, സൗജന്യമായി ക്രിസ്തുവിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ചോദ്യം ഇതാണ്, എന്തിന് കർത്താവ് ഈ ഗ്രേസ്, ഈ കൃപ എനിക്ക് നൽകി? അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരേക്കാൾ, നമ്മുടെ എന്ന് പറയുന്നത് ഭവനത്തിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരെക്കാൾ, നമ്മുടെ ചുറ്റുപാടിലുള്ളവരെക്കാൾ, നമ്മുടെ ജോലി സ്ഥലത്തോ പഠന സ്ഥലത്തോ ഒക്കെ ഉള്ളവരെക്കാൾ യേശുവിനെ അറിയാത്തവരിൽ നിന്ന് എന്താണ് നമ്മളിൽ കർത്താവ് കണ്ട പ്രത്യേകത? അല്ലെങ്കിൽ എന്തിനാണ് ദൈവം ഇത് നൽകി തന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഈ ചുറ്റുപാട് എത്രയോ നല്ല പൈസയുള്ളവരും സ്വാധീനമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അവരെയൊക്കെ, എൻ്റെ വാക്ക്, മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ കൃപ തന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് പകൽ നമ്മൾ ഓരോരുത്തരും ഇത് ഒന്ന് ചിന്തിക്കുക. എന്തിനാണ്? പൗലോസിൻ്റെ ചില വാക്കുകൾ മാത്രം ഞാൻ ആത്മാവിൽ വളരെ വേഗത്തിൽ ദൈവസഭയുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കതിൻ്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമായി ഈ ലേഖനവുമായി ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷൻ നമുക്കവിടെ കിട്ടുകയാണ്. സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്തൃസേവ നിമിത്തം, കർത്താവിൻ്റെ വേല നിമിത്തം ബദ്ധനായ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്തനുഭവിക്കുക? ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ബന്ധനം അനുഭവിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? താൻ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷം പ്രതി, സുവിശേഷ വേല നിമിത്തം കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്ന പൗലോസ് ഒരു ദൂത് പറയുകയാണ്. അതിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നു, എനിക്ക് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം എന്ത് കിട്ടിയിരിക്കുക? കൃപ കിട്ടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആമേൻ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിലാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പെങ്കിലും തന്നിൽ ലഭിക്കപ്പെട്ട കൃപ താൻ തിരിച്ചറിയുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവസഭയെ ഒന്ന് പ്രബോധിപ്പിക്കട്ടെ. നമുക്ക് മുൻപിലെ വെല്ലുവിളികളോ, നമുക്ക് മുൻപിലെ പ്രതിസന്ധികളോ, നമുക്ക് മുൻപിലെ യുദ്ധങ്ങളോ, യുദ്ധശ്രുതികളോ, നമ്മുടെ മുമ്പിൽ നാം അനുഭവിക്കുന്ന ഒന്നിനും ദൈവ നമ്മുടെ മേൽ സൗജന്യമായി തൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം നൽകിയിരിക്കുന്ന കൃപ ചോർത്തിക്കളയാൻ കഴിയുകയില്ല. ഒരു നല്ല ആമേൻ പറയാമോ? രോഗം എൻ്റെ മേലുണ്ടാകാം, പ്രതിസന്ധി എൻ്റെ മേലുണ്ടാകാം, അപമാനം എൻ്റെ മേലുണ്ടാകാം, ഒറ്റപ്പെടൽ എൻ്റെ മേലുണ്ടാകാം, ശൂന്യത എൻ്റെ മേലുണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷേ ഇതിനൊന്നും ചോർത്തിക്കളയാൻ കഴിയാത്ത ഒന്നാണ് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണോ എൻ്റെ മൺകൂടാരത്തിൽ എൻ്റെ ദൈവം അവിടുന്ന് പകർന്നു തന്നിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ അനുഭവത്തിൻ്റെ അകത്തു നിന്ന് പറയാണ്. ഞാൻ കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഞാൻ തിരിച്ചറിയുകയാണ് എൻ്റെ മേൽ പകരപ്പെട്ട ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ചിലരെ പ്രബോധിപ്പിക്കാൻ പോകുകയാണ്. നാം അനുഭവിക്കുന്ന, സഭ അനുഭവിക്കുന്ന വെല്ലുവിളികൾക്കൊന്നിനും ദൈവത്തിൻ്റെ കൃപയെ ചോർത്തിക്കളയാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് മുമ്പിൽ പ്രവചിക്കട്ടെ. ചിലരുടെ കണ്ണുനീരിന്, ചിലരുടെ പ്രാർത്ഥനയ്ക്കും മറുപടി ശബ്ദം ഞാൻ പറയട്ടെ. എൻ്റെ കൃപ കുറഞ്ഞു പോയോ? എൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയോ? ഇത് ചോർന്നു പോയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു മറുപടി. ആമേൻ. സ്വർഗം നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ കൃപ കുറഞ്ഞു പോകാതെ, നിന്റെ മേലുള്ള ദൈവിക ദൗത്യം കുറഞ്ഞു പോകാതെ നിന്നെ ആത്മാവിൽ പുറത്തെടുക്കാൻ തക്കവണ്ണം സ്വർഗം അത് ഉറപ്പ് പറയാണ്, നഷ്ടപ്പെട്ടു പോകയില്ല. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകത്തില്ല. എന്നാൽ ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു. ഇത് എന്തിനാ കർത്താവ് നമുക്ക് നൽകിയത്? വരാം 1-ാം വാക്യത്തിലേക്ക്. അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങളിലെ 1-2 വാക്കുകൾ മാത്രം വേഗത്തിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യെസ്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടെ. എന്തിനാണ് ഈ കൃപ എനിക്ക് തന്നെന്നറിയാമോ? ആമേൻ. വീണ്ടും അതിലെ ലാസ്റ്റ് വാക്യം ഇട്ടാട്ടെ. ഹല്ലേലൂയ. എന്തിനാണ് ഈ കൃപ എനിക്ക് തന്നത്? ക്രിസ്തുവിൻ്റെ ആമേൻ ഹല്ലേലൂയ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം ഈ കൃപ എന്തിനാ എൻ്റെ മേൽ തന്നത്? ആ തന്നതിൻ്റെ ഒരു കാരണം പറയാ, എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. ചേർന്നൊരു ആമേൻ പറയാം. കർത്താവ് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവരെല്ലാം വലതുകരം ഒന്ന് ഉറക്കി പിടിച്ചു. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഉണ്ടോ ഇല്ലയോ? എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയ ഒരനുഭവം. ഇതിനകത്ത് ഭയങ്കര ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയുള്ളവരെ അവരറിയാതെ തന്നെ, അവരറിയാതിരിക്കെ, അല്ലെങ്കിൽ അവർക്കതൊന്നും തിരിച്ചറിയാൻ കഴിയാതിരിക്കെ അവരെ വിളിച്ച വിളി എത്ര ശ്രേഷ്ഠമെന്നറിയോ?
പ്രൈസലോ. വലിയൊരു നിയോഗത്തോടു കൂടിയൊക്കെയാണ് ശമൂവേലായിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ ഈ സംഭവം ഒന്നും പിടികിട്ടാതിരിക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ സ്വർഗം വിളിക്കുക. എങ്ങനെ വിളിക്കുന്നത്? ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുക. അദ്ദേഹത്തിന് അതൊന്നും അത്ര ബോധ്യമാകുന്നില്ല. ആ ഒരു ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. എന്താ ഇന്ന് പകൽ ഞാൻ പറയുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം ഇതുവരെ നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴും, നമ്മളെ വിളിച്ച വിളിയുടെ എന്താ പറയേണ്ടത്, അതിൻ്റെ മഹത്വം, അതിൻ്റെ ആ വലുപ്പം ഇതുവരെ നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴോ, ഇന്നു പകൽ നമുക്ക് മനസ്സിലാകുന്ന ലെവലിൽ നമ്മെ വിളിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ കാലം ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പേര് വിളിച്ചാൽ അറിയാലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിന്നെ ജാതികൾക്ക് പിതാവാക്കുന്നു എന്നോ, നിന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നെന്നോ, നീ ഒരു വലിയ സൈന്യമായി തീരുമെന്നോ, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നോ, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതെ തുടങ്ങുക. മോനെ ശൗമേലേ ശൗമേലേ. ആമേൻ. പുതിയ നിയമത്തിൽ നോക്ക്, പത്രോസിനെയൊക്കെ വിളിക്കുക, യാക്കോബിനെയൊക്കെ വിളിക്കുക. അവരൊക്കെ അറിയാതിരിക്കുന്ന മേഖലകളിൽ എന്താണ് നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ആ കൃപയുടെ ആ വിളിയുടെ ആഴം മനസ്സിലാകാതിരിക്കുമ്പോൾ നമ്മെ വിളിച്ച വിളിയിലേക്ക്, ആ പൂർണ്ണതയിലേക്ക് കരം പിടിച്ചു നടത്തുന്ന ഒരു സ്വർഗം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് ഉറപ്പ് പറഞ്ഞ കാര്യം ഇതാണ്: ഇന്ന് പകൽ ചിലരെ ഇതിനകത്ത് ദൈവം അസാധാരണമായി വിളിച്ചതിൻ്റെ എന്ന് പറയേണ്ടത് അനുഭവത്തെ ദൈവം വിളംബരം ചെയ്യാൻ പോകുകയാണ്. ദൈവം അത് പ്രബോധിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഓക്കെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മെ എല്ലാം വിളിച്ചതിന്, നാം എല്ലാം ചെയ്യുന്നതിന് മുമ്പിൽ നമുക്കൊരു ആഗ്രഹമുള്ളതുപോലെ ദൈവത്തിനും നമ്മെ വിളിച്ചതിൻ്റെ മുൻപിൽ ചില പദ്ധതികളുണ്ട്. ഒറ്റ ചോദ്യത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങൾ റെഡിയാണോ കർത്താവ് വിളിച്ചതിൻ്റെ മുൻപിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ? ഹലോ. ഒരു സ്ഥാപനത്തിൽ നമ്മളെ ജോലിക്ക് വിളിച്ചാൽ ആ സ്ഥാപനത്തിന് അതിൻ്റെതായ ഒരു നിയമാവലിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അരുതുകളുണ്ട്. ആമേൻ. ചെയ്യണമെന്നുള്ളതുണ്ട്. ആമേൻ. ഇത് പാലിക്കാൻ ആര് ബാധ്യസ്ഥരാ? ആ ജോലിക്ക് നിൽക്കുന്നവൻ, അല്ലെ ജോലിക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നവൻ ബാധ്യസ്ഥന. ഇന്ന് പകൽ ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, അത് മുൻപോട്ട് കൊണ്ടുപോകുന്ന, ജീവിക്കുന്ന, പാലിക്കുന്ന ദൈവ പൈതലിന്, ആമേൻ, ഹല്ലേലൂയ, വചനം വെച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്, ചില അരുതുകളുണ്ട്, ചില ചെയ്യണമെന്നുള്ളതുണ്ട്. ഇന്ന് പകൽ ഒരൊറ്റ ചോദ്യം: നാം അതിന് റെഡിയാണോ? എന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ മുമ്പിൽ ഞാൻ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് ദൈവസന്നിധിയിൽ ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന ദൈവമക്കൾ വെറുതെ അല്ല, സന്തോഷത്തോടെ ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഓക്കെ, വേഗത്തിൽ താഴോട്ട് വായിക്കുന്നു. എന്തിനാണ് നമ്മളെ വിളിച്ചത്? എന്തിനാണ് ഈ കൃപ നമ്മുടെ മേൽ തന്നത്? വേഗത്തിൽ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ പറഞ്ഞിട്ട് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരിക. ഞാനും നിങ്ങളും എല്ലാം ജീവിതത്തിൻ്റെ വ്യത്യസ്ത പാതകളിലൂടെ നടക്കുന്നവരാ. നിങ്ങൾ എത്ര പേർ ചേർന്ന് ഒരു ആമേൻ പറയും? ഞാനൊരു ഭർത്താവായി നടക്കുന്നവനാണ്, ഒരപ്പനായി നടക്കുന്നവനാണ്, ഒരു പാസ്റ്ററായി നടക്കുന്നവനാണ്. ആമേൻ. വ്യത്യസ്ത അനുഭവങ്ങൾക്കകത്തും നമ്മൾ നടക്കുന്നവരാണ്. ജീവിതയാത്രകളിൽ, ജീവിത അനുഭവങ്ങളിൽ നമ്മൾ നടക്കുന്നവരാ. ഈ നടപ്പിനെ നോക്കിയിട്ട് വചനം പറയാം. 3 കാര്യം അവിടെ പറഞ്ഞു. വിശദീകരണങ്ങളില്ലാതെ വേഗത്തിൽ പറഞ്ഞു നിർത്താം. 1, പൂർണ്ണ വിനയത്തോടെ നടക്കണം. എന്തിനാ കർത്താവ് ഈ കൃപ തന്നെന്നറിയാമോ? എനിക്ക് വിനയപ്പെടാൻ പറ്റാത്ത നേച്ചറിനാലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. എനിക്ക് വിനയപ്പെടാൻ കഴിയാത്ത അനുഭവത്തിലാണ് ഞാൻ വളർന്നത്. പക്ഷേ വിനയപ്പെടേണ്ടതിന് എങ്ങനെ വിനയപ്പെടണം? പൂർണ്ണ വിനയത്തോടെ ദൈവസന്നിധിയിൽ ആകേണ്ടതിനു വേണ്ടി ദൈവം തൻ്റെ കൃപ എൻ്റെ മേൽ പകർന്നു.
രണ്ട്, ആമേൻ ഹല്ലേലൂയ, സൗമ്യതയോടെ. ആമേൻ. എൻ്റെ നേച്ചർ, ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നത്, ഞാൻ ആയിരിക്കുന്നത് ഒന്നും എനിക്ക് സൗമ്യതയോടെ ജീവിക്കാൻ പറ്റുന്ന, സൗമ്യതയോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലല്ല. പക്ഷെ ദൈവം തൻ്റെ കൃപ എൻ്റെ മേൽ പകർന്നിരിക്കുകയാ. എന്തിനാണ്? ഒന്ന്, പൂർണ്ണ വിനയത്തോടെ. രണ്ട്, സൗമ്യതയോടെ. മൂന്ന്, ദീർഘക്ഷമയോടുകൂടെ നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ, പ്രത്യേകിച്ചും ആത്മീക ജീവിതയാത്രയിൽ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ പലകയിൽ മായാതെ മറയാതെ കുറിച്ചിടേണ്ട ഒരാത്മീയ അനുഭവമാണ് എൻ്റെയും നിങ്ങളുടെയും നടപ്പ് എന്ന് പറയുന്നത്. ആ നടപ്പിനെ കുറിച്ച് വചനം പറയുകയാണ്. അത് പൂർണ്ണ വിനയത്തോടെയാകണം, അത് പൂർണ്ണ സൗമ്യതയോടെയാകണം, അത് പൂർണ്ണ ദീർഘക്ഷമയോടെയാകണം. നമ്മൾ പറയുന്നു പറ്റുന്നില്ല. കർത്താവ് പറയാ, അതിന് എൻ്റെ കൃപ ഞാൻ നൽകിയിരിക്കുന്നു. എൻ്റെ ആമേൻ ഹല്ലേലൂയ, ആമേൻ, അഭിഷേകം ഞാൻ നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്നു. ഇന്ന് പകൽ ഇതിന്റെ ലക്ഷ്യം എന്നറിയാമോ? നമ്മൾ പൂർണ്ണ വിനയത്തോടുകൂടെ ജീവിക്കേണ്ട മേഖലയിൽ, സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ജീവിക്കേണ്ട മേഖലയിൽ, അവിടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംസാരങ്ങൾ വ്യതിചലിപ്പിച്ച് ശത്രു നമ്മെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമ്മളല്ല ഡൈവേർട്ടായി പോകുന്നത്. നമ്മളിലൂടെ നടക്കേണ്ട ദൈവപ്രവർത്തികളെ അവൻ മാറ്റിമറിക്കുക. ഇത് ബോധ്യമാകുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിൽ പറ, അവന്റെ തന്ത്രം ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടുകൂടെ ഞാൻ നടക്കും. വിശ്വസിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ രണ്ട് കരങ്ങൾ അടിച്ച് ദൈവസന്നിധിയിൽ ആമേൻ പറഞ്ഞിട്ട് പറ, ഇതെന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണ സമയമാണ്. എന്റെ മേലുള്ള ദൈവ നിയോഗങ്ങൾ വെളിപ്പെടേണ്ട സമയമാണ്. ഇവിടെ എന്നെ വഴി തെറ്റിക്കാൻ, എന്റെ നടപ്പിനെ തെറ്റിക്കാൻ ശത്രുവിന് കഴിയാതെ വണ്ണം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, ഞാൻ ദീർഘക്ഷമയോടെ, ഞാൻ സൗമ്യതയോടെ ഞാൻ ദൈവസന്നിധിയിൽ നടക്കുമെന്ന് പറയാ. ഉടരമന റബൽ ഘടകമനാദി. നിങ്ങൾ തിരുവചനത്തിനകത്തൂടെ യാത്ര ചെയ്താൽ വളരെ ശക്തമായി മനസ്സിലാകും. പൈശാചിക മേഖലകൾ, എൻ്റെ വാക്കാണ്, തന്ത്രം മെനഞ്ഞതും കളിച്ചതുമെല്ലാം ഒരുവന്റെ മേൽ ദൈവം പകർന്ന വാഗ്ദത്തത്തിനൊത്തവണ്ണമാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞ്, ദൈവം എന്നെ നടത്തുമെന്ന് പറഞ്ഞ്, ദൈവം എന്നെ മാനിക്കുമെന്ന് പറഞ്ഞ് ദൈവ ശബ്ദത്തെ നോക്കിക്കൊണ്ടാണ് അവൻ തന്ത്രങ്ങൾ മെനഞ്ഞത്. ആമേൻ ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇവിടെ ഒന്ന് നിന്നിട്ട് പറയാ, എന്നെ ജയത്തോടെ നടത്തുമെന്ന്, എന്നെ ഐശ്വര്യമായി നടത്തുമെന്ന്, എന്നെ മാനിച്ച് നടത്തുമെന്ന് ദൈവം പറഞ്ഞ ദൈവ ശബ്ദത്തിന് മുൻപിൽ ശത്രു അത് തടയാൻ വേണ്ടി, അതിന് തടയിടാൻ വേണ്ടി അവൻ നമ്മുടെ അകത്ത് കയറി, അവൻ നമ്മുടെ ചിന്തയിൽ കയറി, അവൻ നമ്മുടെ നോട്ടത്തിൽ കയറി. നമ്മുടെ അകത്തു നിന്ന് വെളിപ്പെട്ടു വരേണ്ട പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ ഇതിനെ എടുത്തു മാറ്റിയിട്ട് ഹല്ലേലൂയ, വാഗ്ദത്തം നിറവേറാതെ നീ കരഞ്ഞ് 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 കരഞ്ഞിരിക്കുന്നത് കാണാൻ കൊതിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തിന് മുമ്പിൽ ഇന്ന് പകൽ ആത്മാവിൽ പറ, നിന്റെ തന്ത്രം ഇനി എന്റെ മേൽ നടക്കില്ല. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ആത്മാർത്ഥമായിട്ട് പറ ഹല്ലേലൂയ. അപ്പോൾ എന്തിനാ കൃപ തന്നെന്നറിയാമോ? ഒന്ന്, നടക്കാൻ വേണ്ടിയാ. പറഞ്ഞേ, എന്തിനാ കൃപ തന്നെ? എങ്ങനെ നടക്കാൻ? പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ. രണ്ട്, ഇനി എന്തിനാ കൃപ തന്നെന്നറിയാമോ? വായിക്കാം. സ്നേഹത്തിൽ, ഞാൻ അവിടെ ഒരു പദം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റുവാണ്. സ്നേഹത്തിൽ ജീവിക്കാൻ, സ്നേഹത്തിൽ പൊറുക്കാൻ, സ്നേഹത്തിൽ ഇരിക്കാൻ. ഹല്ലേലൂയ. അതിനാ ദൈവം എന്ത് ചെയ്തിരിക്കുന്നേ എന്ന് പറഞ്ഞേ? കൃപ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കേണ്ട ഗ്രൂപ്പ് ഏതായിരിക്കും? പറഞ്ഞേ. ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കേണ്ട കമ്മ്യൂണിറ്റി ഏതായിരിക്കും? പറഞ്ഞേ നിങ്ങൾ. യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരല്ലേ? അല്ലെ യേശുവിൻ്റെ മക്കളല്ലേ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയാ, ഞാൻ എൻ്റെ കൃപ തന്നത് എന്തിനാണെന്നറിയാമോ? സ്നേഹത്തിൽ പൊറുക്കാൻ, സ്നേഹത്തിൽ ജീവിക്കാൻ, സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ. ഇന്ന് പകൽ ദൈവസഭയ മക്കളോട് ഞാൻ പറയാ, നമുക്കെതിരെ അപവാദങ്ങൾ ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. ചേർന്നൊരാമേൻ പറഞ്ഞേ.
എത്ര അപവാദങ്ങൾ കേട്ടാലും, എത്ര വെല്ലുവിളികൾ മുമ്പിൽ വന്നാലും, എത്ര പോരുകൾ നമ്മുടെ മുമ്പിൽ വന്നാലും, ഇന്ന് പകൽ സഭ എത്ര പേര് പറയും, ഒന്ന് ഞാൻ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ജീവിക്കൂ, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഞാൻ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അനുഭവം പോലെ നമ്മളെക്കാൾ കഴിവില്ലാത്തവരുടെ, നമ്മളെക്കാൾ സാധ്യതയില്ലാത്തവരുടെ, നമ്മളെക്കാൾ യോഗ്യതയില്ലാത്തവരുടെ മുമ്പിലൊന്ന് ചെന്ന് അവരോട് മുമ്പിലൊന്ന് സ്നേഹത്തോടെ നിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ആമേൻ പറയും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നല്ല യോഗ്യതയുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ ഇഷ്ടമല്ലേ? ഇന്നലെ കളക്ടറുടെ അടുത്ത് നിൽക്കുമ്പോൾ ആമേൻ ഭയങ്കര ഒരു ഇതാ. ഞാൻ അവിടെ കണ്ടു കുഞ്ഞുങ്ങൾ, വന്ന കുഞ്ഞുങ്ങളെല്ലാം വൈകല്യമുള്ളവരാണ്. പക്ഷേ എത്രയോ മാതാപിതാക്കളാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. കാരണം ഇവർക്കിത് കളക്ടറുടെ മുമ്പിലാണെന്ന് പറയാനൊരു അല്ലേ, പ്രൈസല്ലോ. പക്ഷെ ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ, ആ കളക്ടർ ഈ ഒരു യോഗ്യതയില്ലാത്ത, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത, എന്തിനാ ഇത് കിട്ടിയെന്ന് പോലും അറിയാത്ത, എന്തായി കിട്ടിയെന്ന് പോലും അറിയാത്ത ആ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് അടുത്ത് വന്ന് നിൽക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതാ സ്നേഹം. തിരിച്ചല്ല. അവിടെ നിന്ന് ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഞാൻ കളക്ടറെ കൂടെ നിന്നു എന്ന് ഫോട്ടോ എടുത്ത് കാണിക്കാൻ, ഹലോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഉയർന്നവരുടെയും ഉന്നതരുടെയും മാന്യതരുടെയും മുമ്പിൽ അവരെൻ്റെ ആണെന്ന് പറയാനല്ല. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് പറയാ, അവൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ ഇന്ന് പകൽ സ്വർഗം എൻ്റെ മേലെ ഒരു കൃപ തന്നിരിക്കുകയാ. ഹല്ലേലൂയ. അത് സ്നേഹത്തിലാകാൻ വിശദീകരിക്കുന്നില്ല, ഒത്തിരി വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഭാഗമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 1-2 മിനിറ്റുകൾ കൊണ്ട് വേഗത്തിൽ ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. വേഗത്തിൽ അതുകൊണ്ടൊന്ന് വായിച്ചു വിടാമോ? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക. നിങ്ങളത് ശ്രദ്ധിച്ചേ, ആത്മാവിനൊരു ഐക്യതയുണ്ട്. ചേർന്ന് ആമേൻ പറഞ്ഞേ. എന്തിനാ കൃപ തന്നെന്നറിയാവോ? പക്ഷേ സത്യത്തിൽ ഇതിപ്പം പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഈ കൃപ ലഭിച്ചവർ തമ്മിൽ ഒരു ഐക്യതയില്ലാത്ത, അതിനെ നമ്മൾ പെന്തക്കോസ്ത് എന്നൊരൊറ്റ വാർഡിലും കൊണ്ടുവരാം അല്ലേ? അവർ തമ്മിൽ എന്തില്ല? അവരൊക്കെ പറഞ്ഞേ. നമ്മുടെ ചേർച്ചിനകത്ത് അങ്ങനെ ഉണ്ടാവല്ലോ. ചേർന്നൊരാമേൻ പറഞ്ഞേ. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സ്തോത്രം. ആത്മാവിൻ്റെ ഐക്യത നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഓക്കെ, വായിച്ചു കേട്ടോ പെട്ടെന്ന്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി. എന്തിനായി കൃപ തന്നറിയാമോ? എന്നെ വിളിച്ച പ്രത്യാശയ്ക്കകത്ത് ഉറച്ചു നിൽക്കാൻ. അതിനൊരു വാക്ക് പറയാം, അത് ഏക പ്രത്യാശയാണ്. ആ ഒറ്റ പ്രത്യാശയുള്ളൂ. ആമേൻ ഹല്ലേലൂയ. വർഷിപ്പിൽ പ്രിയ ടോം ബ്രദർ പറഞ്ഞ പോലെ ആരാധനയ്ക്ക് ഒത്തിരി പേരില്ല, ഒരാളേ ഉള്ളൂ. ആരാധ്യൻ ഒത്തിരി പേരില്ല, ഒരാളേ ഉള്ളൂ. അവനിലുള്ള പ്രത്യാശ ഒത്തിരിയില്ല, ഒന്നേ ഉള്ളൂ, ഏക പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? ക്രിസ്തുവാണ് എൻ്റെ പ്രത്യാശ. ക്രിസ്തുവിനുള്ള ജീവനാണ്, ജീവിതമാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്കാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. പെട്ടെന്ന് വായിച്ചോ. വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആമേൻ. ഇത് തിരിച്ചറിയാൻ ആ കൃപ നമ്മുടെ അകത്ത് തന്നെ. ഒത്തിരി വിശദീകരണം ആവശ്യമുള്ള ഭാഗമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആമേൻ, ഇന്ന് പകൽ നിങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി ആത്മാവിൽ അത് കൈമാറിയിട്ട് ഞാൻ പറയാം. ആമേൻ, ഇത് തിരിച്ചറിയണം. എന്താ തിരിച്ചറിയേണ്ടത്? നാം ഒന്നാണെന്ന് തിരിച്ചറിയണം. 5-ാം വാക്യം ഒന്നും കൂടി ഇടൂ. നിങ്ങളെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. എൻ്റെ കളർ കുറച്ച് കുറവാണെങ്കിലും
എനിക്ക് വലിയ പൈസയൊന്നും ഇല്ലെങ്കിലും ആമേൻ, എൻ്റെ അകത്തിരിക്കുന്നവനും നിങ്ങളുടെ അകത്തിരിക്കുന്നവനും ഒരുവനാണെന്നുള്ളൊരു തിരിച്ചറിവ്. നമ്മൾക്ക് ആമേൻ പുറമേ നമ്മൾ പറയുന്ന, ഞാൻ ചില മേഖലകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആമേൻ ഹല്ലേലൂയ, ചിലർക്ക് ഈ സാധാരണപ്പെട്ടവർക്ക് സ്തോത്രം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലരോട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആമേൻ ചിലർക്ക് ആമേൻ ഹല്ലേലൂയ എന്താ പറയേണ്ടത്, ചിലത് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇന്ന് പകൽ ആത്മാവിൽ പറയാമോ, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത് ആമേൻ എല്ലാവരിലും എപ്പോഴും വ്യാപരിക്കുന്ന ആമേൻ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ദൈവികം ഒന്നാണ്. നിങ്ങൾ ആമേൻ പറയൂ. അതുകൊണ്ട് ആ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ കർത്താവ് മാറാതെ ഇരുന്നത്. എല്ലാവരും മാറി. അവൻ്റെ കയ്യിൽ കുഷ്ഠമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മാറി. പക്ഷെ കർത്താവ് മാറിയില്ല. അതുകൊണ്ട് രക്തസ്രവമുള്ള സ്ത്രീയെ കണ്ടിട്ട് കർത്താവ് അറിഞ്ഞിട്ട് അകലാതെ നിന്നത്. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ, ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്നവനെ കണ്ടിട്ട് കർത്താവ് മാറിപ്പോകാതിരുന്നത്. ആമേൻ. എന്ന് പറഞ്ഞേ സ്തോത്രം. വേറെ കൃത്യമുള്ള ഒരു ലോകത്തിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. പ്രത്യേക ആരാധനകളും ആരാധനാലയങ്ങളും വരെ വ്യത്യസ്തമായ മേഖലകളിൽ പണിതുയർത്തുന്ന ഒരു ലോകത്തിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. വ്യത്യസ്ത പ്രാർത്ഥനാ അനുഭവങ്ങൾ ഉള്ള മേഖലകളിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാമോ, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ എല്ലാറ്റിനെയും എല്ലാവരെയും ഒരുപോലെ കാണാൻ. ചേർന്നൊരാമേൻ പറയാമോ? ഇന്ന് പകൽ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്, യഹൂദനായവനെ സ്നേഹിച്ചതുപോലെ തന്നെ കർത്താവ് ജാതികളായ നമ്മയും സ്നേഹിച്ചു. എന്നാൽ കർത്താവ് വെറുക്കുന്ന ഒരൊറ്റ കൂട്ടമേ ഉള്ളൂ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ സ്നേഹിച്ചിട്ടും ദൈവമെന്നറിഞ്ഞ് നന്ദി പറയാതെ മാറി നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അവരുടെ വചനത്തിൽ അവർക്കുള്ളൊരു ലാംഗ്വേജ്, അവനെ കർത്താവ് വഷളനായി കാണുന്നു, അവനെ കർത്താവ് നിന്ദ്യനായി കാണുന്നു. എന്നാൽ ഇന്ന് പകൽ നിന്റെ കൂടെ ദൈവത്തെ വിളിക്കുന്ന, നിന്റെ കൂടെ പഠിക്കുന്ന, നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന, നിന്റെ കൂടെ ഇരിക്കുന്ന, നിന്റെ കൂടെ ആയിരിക്കുന്ന ഒരുവനെ നോക്കിയിട്ട് നീ പറ, ദൈവത്തിന്റെ സ്നേഹം നമ്മളിലൂടെ ഒഴുകട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങൾ ചിലരുടെ അരികിലേക്ക് ദൈവസ്നേഹം ഒന്ന് ഒഴുകിയത്. എന്നോട് കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ദൈവം നാം സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നാം അവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് അവരെ സ്നേഹിക്കും. ആ സ്നേഹം ഒരു വലിയ വാതിലിൻ്റെ തുറക്കലായിരിക്കും. അത് ഞാൻ തിരിച്ചു പറയാം. ആരെങ്കിലും നിന്നെ സ്നേഹിക്കാതെ പോകുന്നെങ്കിൽ, ആരെങ്കിലും നിന്നെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ, കർത്താവിൻ്റെ വചന നിമിത്തം പറയാം, ഭാരപ്പെടണ്ട. വീട്ടിലാണോ? സാരമില്ല. സ്കൂളിലാണോ? സാരമില്ല. ജോലി സ്ഥലത്താണോ? സാരമില്ല. ചർച്ചിലാണോ? സാരമില്ല. നിന്നെ ദൈവം മാനിക്കുന്ന ഒരു നാൾ വരും. ദൈവം നിന്നെ ഡയറക്റ്റ് വന്ന് സ്നേഹിക്കുന്ന ഒരു നാൾ വരും. അവിടെ നീ ദൈവത്തിൻ്റെ പ്രഷ്യസ് ആണെന്ന് അവൻ പരസ്യമായി വെളിപ്പെടുത്തും. അങ്ങനൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഇതിനകത്ത് ഉയർത്തിക്കെടുക്കുന്നു. അതുകൊണ്ട് കഥ പറയാ, ക്രിസ്തുവിൻ്റെ വലിയ ദാനമായ ആ കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ അവിടുന്ന് പകർന്നിരിക്കുകയാണ്. എങ്കിലും നീ മാനിച്ചു
ആ കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കടന്നു വന്ന നിമിഷം മുതൽ വലിയവനായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ആരാധനയിൽ വലിയ വിടുതൽ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. രോഗികളുടെ മേൽ സൗഖ്യം വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. അത് അവന്റെ സ്നേഹം ഒന്ന് മാത്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ താഴ്മയുടെ അനുഭവത്തില് ഈ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ, അവൻ നമ്മെ കാണുന്നത് പോലെ അവനെ ഒന്ന് കാണുവാൻ, അവൻ നമുക്ക് തരുന്നത് പോലെ അവന് ഒന്ന് നൽകുവാൻ, ആ താഴ്മയുടെ അനുഭവത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മെ പിന്നെയും അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ, നമ്മെ ഉയർത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അടയട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾ കർത്താവെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കടന്നു വന്നതുപോലെ ഇന്ന് പകൽ വലിയ വിടുതലുകൾ അടിയങ്ങളുടെ സഭയിൽ കർത്താവെ നീ അയച്ചതിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. കടന്നു വന്ന ജനത്തിന്മേൽ എന്റെ കർത്താവിന്റെ സ്പർശനം ഉണ്ടായതായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. നിന്റെ ശബ്ദം കേൾപ്പാൻ നിന്റെ ജനത്തെ നീ സഹായിച്ചതിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. വചനത്തിന്റെ ആഴങ്ങളെ കർത്താവെ നീ അടിയങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ. ഹല്ലേലൂയ കർത്താവെ. ദൈവ വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ ഇന്ന് പകലും സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താഴ്മയുടെ അനുഭവം ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും ഉണ്ടാകുവാൻ അടിയങ്ങൾക്ക് ലഭിച്ച നല്ല ആഹ്വാനത്തിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കൃപ തന്നല്ലോ. അവിടുന്ന് തന്ന എല്ലാം നന്മയ്ക്കായും അങ്ങേ സ്തുതിക്കുന്നു. ശുശ്രൂഷിപ്പാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. അവിടുത്തെ ദാസനിലൂടെ നല്ല ആചോദനം ഒരുക്കി തന്നല്ലോ. അതിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ പൈതങ്ങളുടെ കർത്താവെ സാക്ഷ്യങ്ങൾ കേൾപ്പാന്, അവരുടെ വാക്യങ്ങൾ കേൾപ്പാന് അടിയങ്ങളെ കർത്താവ് സഹായിച്ചു. നിന്റെ മക്കളെയും കർത്താവ് കരുതണമേ. അങ്ങയുടെ കരം കൂടെ ഇരിക്കണമേ. അവരുടെ ഭാവിയെ ധന്യമാക്കണം കർത്താവെ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ഓരോ നിന്റെ മക്കളോടും ഇടപെട്ടുകൊണ്ടിരിക്കണമേ. പുതിയ തീരുമാനത്തോടെ മടങ്ങുവാൻ കർത്താവെ നീ കൃപ നൽകിയതിനായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഇപ്പോൾ അടികൾ പിരിയുന്നു, പിരിയാബന്ധമായി കൂടെ ഇരിക്കണം. പിന്നെ ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തും വരെ അവിടെ ഇവിടെയായി ശക്തിയുടെ മറവിൽ നിർത്തണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന സർവ്വവിഷയങ്ങളുടെ മേലും പുലവും പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. അറുക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ.